വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായി സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ മുതലേ നിർത്താതെ പെയ്യുന്ന മഴ സീനാണ് എനിക്ക് പുറത്ത് കാണാൻ പറ്റുന്നത്. ഇന്ന് മഴ കുറച്ച് നേരം പോലും നിന്നിട്ടില്ല. വലിയ കാറ്റും മഴയുമില്ല, എന്നാലും ചെറിയൊരു മഴ ഇങ്ങനെ ലൂപ്പ് പോലെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നിൽക്കുന്നില്ല, ഇന്ന് തീരെ ഇത് നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് പുറത്തേത്തെ സീന്. നമുക്ക് എവിടത്തേക്കും പോകാനൊന്നും പറ്റില്ല. അതും എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഒരുപാട് ലാൻഡ് സ്ലൈഡ്സും കാര്യങ്ങളൊക്കെ നടക്കില്ല. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ആ പ്രദേശത്തുള്ളവർ വെറുതെ അനാവശ്യമായിട്ട് ട്രാവൽ ചെയ്യാതിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം എല്ലാവർക്കും ഓക്കെ എന്താ അവിടെ സംഭവിച്ചത് ഒന്ന് കാണണം എന്നൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പം ഈ രക്ഷാപ്രവർത്തനത്തിനെയൊക്കെ ബാധിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാവും. അപ്പം എല്ലാവരും ഹാപ്പിയായി സേഫായിട്ടിരിക്കുക. പിന്നെന്താ, ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. ഇന്നെൻ്റെ പരിപാടി എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ക്ലീനിങ്, കുറേ ക്ലീൻ ചെയ്യാനുണ്ട്. ഇത് കണ്ടോ, എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിററൊക്കെ ആകെ കൊള്ളായിട്ടിരിക്കുക. അപ്പം ഞാൻ ഇവിടെ മിറർ സ്പ്രേ, ഗ്ലാസ് ക്ലീനിങ് സ്പ്രേ താഴെ പോയിട്ട് എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ക്ലീനിങ് ചെയ്യണം. അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ പരിപാടീസ്. ഇവിടെ കണ്ടോ, ഈ ഒരു ഏരിയയിൽ ഫുള്ളായിട്ട് ഇങ്ങനെ കൊള്ളായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അടക്കി ഒതുക്കി വെക്കണം. അതേപോലെ തന്നെ മിറർ ഒന്ന് ക്ലീൻ ചെയ്യണം. മിറർ നല്ല സൂപ്പറായിട്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ ഗിവ് അവേ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. കുറച്ച് ഞാൻ ഗിവ് അവേ ചെയ്യും. അല്ലാതെ തന്നെ ഞാൻ ഒരു ഹാഫ് പ്രൈസിനൊക്കെ ഞാൻ എൻ്റെ ഹൈബിസ്കസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജിലൂടെ ഞാൻ സെയിൽ ചെയ്യാറുണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ച പ്രൊഡക്ട്സാണ് ഇതൊക്കെ. ഇത് മാത്രമല്ല, ഇനിയും കുറേയൊക്കെ ഉണ്ട്. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഗ്ലാസ്സിൽ ഇങ്ങനെ വന്ന് മഴ കാണാൻ രസമാണ്, പക്ഷെ ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അവിടെ എന്തോ പൊടി പിടിച്ചിട്ടുണ്ടല്ലോ, കണ്ടോ? ഓറഞ്ച് കളറിൽ മണ്ണാന്ന് തോന്നുന്നു. സജീവേട്ടൻ ഇന്നും സ്പെഷ്യലായിട്ട് നമുക്ക് ചക്ക പുഴുങ്ങിയതാണ് ഗൈസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഗൈസ്, ഞാൻ ചക്ക കഴിക്കുകയാണ്. വിസിറ്റർ ഉണ്ട്. ഹായ് ലോക്കി. അവിവായിട്ട് സംസാരിച്ചിരിക്കുക. ലോക്കി, ലോക്കി കുട്ടാ. ഹായ് ഗായ്സ്, ലാസ്റ്റ് ഞാൻ വീഡിയോ എടുത്തിട്ട് ഇപ്പം ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് 3 days കഴിഞ്ഞിട്ടാണ് തോന്നുന്നു. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഷൂട്ട് ചെയ്യാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല. മഴ, വീട്ടിലിരിക്കുക, ഭക്ഷണം കഴിക്കുക, അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഇപ്പം ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഹെയർ വാഷ് ഡേ ആണെന്ന്. അപ്പം കണ്ട, എൻ്റെ ഒരു 3 days കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ട്. 3 or 4 daysലാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യാറുള്ളൂ. അപ്പം ഇങ്ങനെയാണ് എൻ്റെ ഹെയർ കിടക്കുന്നത്. ആകെ ഒരുമാതിരി ആയിട്ടുണ്ട്, മഴയും ഹ്യൂമിഡിറ്റി അങ്ങനത്തെ ഇതൊക്കെ ആയിട്ട്. അപ്പം ഓയിലി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് സ്പോൺസേർഡ് ആയിട്ടുള്ളൊരു റുട്ടീൻ കാര്യങ്ങളൊന്നും അല്ല ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ നാട്ടിൽ വരുന്നതിന് മുന്നേ ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഹെയറിന് വേണ്ടിയിട്ടുള്ളതല്ല, ബോഡി കെയറിന് വേണ്ടിയിട്ടുള്ളത്. അപ്പം അത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതെന്തായാലും നിങ്ങളെ കാണിച്ചു തരണമെന്ന് എനിക്ക് തോന്നി. ഇത് ഡവിൻ്റെ ഒരു ബോഡി സ്ക്രബാണ്. ഇതേപോലെ തന്നെ വേറൊരു സ്ക്രബ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് അടിപൊളിയാണ് കേട്ടോ. ഡവിൻ്റെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ആക്കാം, എല്ലാം അടിപൊളിയാണ്. ഇത് ഞാൻ വിചാരിച്ചുകൊണ്ട് വാങ്ങിച്ചല്ലേ. ഇതൊരു മാംഗോ ഫ്ലേവറിൻ്റെ ആണ് കേട്ടോ. ഞാൻ തായ്ലൻഡ് ട്രിപ്പ് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഞാൻ അമ്മേൻ്റെ തുറന്ന് ഞാൻ ആമസോണിൽ നിന്ന് കുറച്ച് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് എവിടെയാന്ന് ചോദിച്ചിട്ട് ഇത് വാങ്ങിച്ച് തായ്ലൻഡ് പിറ്റേ ദിവസം ഞാൻ കുളിച്ചപ്പം, ആദ്യത്തെ ദിവസം അർജുൻ്റെ വീട്ടിലായിരുന്നു, അന്ന് രാത്രി കുളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നെക്സ്റ്റ് ഡേ ഞാൻ ഇവിടെ വന്നിട്ട് കുളിച്ചപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടാണ് ബോഡി സ്ക്രബ് ചെയ്തത്. ഇതാണെങ്കിൽ മാംഗോൻ്റെ ഒരു സ്മെല്ലല്ലേ. എനിക്ക് തായ്ലൻഡ് ട്രിപ്പ് ഇങ്ങനെ ഭയങ്കര ഒരു മെമ്മറീസ് ഇങ്ങനെ ഹിറ്റ് ചെയ്യായിരുന്നു. അടിപൊളി സാധനമാണിത്. ബോഡി സ്ക്രബാണ്. ബോഡി സ്ക്രബ് പലതരത്തിലുള്ള ബോഡി സ്ക്രബ് ഉണ്ട്. പക്ഷെ
ലൂഫയില്ലേ, ലൂഫ അധികം യൂസ് ചെയ്യുന്നത് നല്ലതല്ല എന്ന് ഞാൻ കേട്ടു. അതിൽ അണുക്കളെല്ലാം ഇങ്ങനെ കെട്ടിക്കിടക്കും, അതത്രയും നല്ലൊരു സംഭവമല്ല. അപ്പം ഞാൻ ഈ ഒരു സിലിക്കൺ ടൈപ്പ്, ഇത് നമുക്ക് ഈസിയാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ബോഡി വാഷ് നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിങ്ങനെ ഈ ലിഡിങ്ങനെ ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഇത് ഇങ്ങനെ ഇതിലൂടെ ഇങ്ങനെ വെള്ളം വരും. ഐ മീൻ വെള്ളമല്ല, നമ്മൾ ഒഴിച്ച ബോഡി വാഷ് വരും. പക്ഷെ നല്ല ഭയങ്കര ഹാർഷായിട്ടൊന്നുമല്ല, ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ ഇതെനിക്ക് നല്ലോണം ഇഷ്ടമായി. ഈ ഒരു ബോഡി വാഷാണ് ഇത്, ഡവിൻ്റെ ജെന്റിൽ എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷ്. ഇത് ഫ്ലേവർ അങ്ങനെ പ്രത്യേകിച്ച് ഫ്ലേവർ ഒന്നുമില്ല, പക്ഷെ നല്ലൊരു ഫ്രഷ് മണമാണ് കേട്ടോ. ഒരു ഫ്രഷ്നെസ് തരുന്ന ഒരു സ്മെല്ലില്ലേ, അതാണ്. പിന്നെ ഇതിലിങ്ങനെ ഒരു തരി 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 പോലെ ഉണ്ടാവും. അപ്പം ഇത് സ്ക്രബായിട്ട് വർക്ക് ചെയ്യാം. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്താലും നല്ലത് ഒന്നായിട്ട് യൂസ് ചെയ്താൽ. കാരണം ഇതിലും ഒരു സ്ക്രബിങ് എഫക്റ്റ് ഈ ഒരു ബോഡി വാഷും തരും. അപ്പം അടിപൊളി പ്രൊഡക്റ്റാണ്. അതൊക്കെ നിങ്ങളെ കാണിച്ചു തന്നെന്ന് വിചാരിച്ചു. ഈ പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് ആമസോണിൽ അവൈലബിൾ ആയിരിക്കും. ആമസോണിൽ ഗ്രേറ്റ് ഫ്രീഡം ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പം ചെക്ക് ചെയ്ത് നോക്കുക, നല്ല ഓഫറിൽ കിട്ടും. അപ്പോൾ പർച്ചേസ് ചെയ്യാം, ഓഫർ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പം പൈസ ലാഭിക്കാമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ബോഡി വാഷ്, ബോഡി സ്ക്രബ്. പിന്നെ ഷാമ്പൂ കണ്ടീഷണറായിട്ട് മമാത്തിൻ്റെ റോസ്മേരി റേഞ്ചിലുള്ള ഷാമ്പൂ കണ്ടീഷണറാണ്. ഇതെനിക്ക് പ്രൊമോഷന് വേണ്ടിയിട്ട് കിട്ടിയതാണ്. അങ്ങനെയാണ് ഞാൻ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയത്. എനിക്കിഷ്ടമായി. ഇത് ഞാൻ ഒരുപാട് ബോട്ടിൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല, എനിക്ക് എൻ്റെ ഹെയറിന് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് പിന്നെ മാമാത്തിൻ്റെ ചില ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യുമ്പോഴേ എനിക്ക് ഹെയർ ഗ്രോത്ത് കൂടുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല, പക്ഷെ ഇത് ആൻറ്റി ഹെയർ ഫോൾ, മേ ബി അതുകൊണ്ടായിരിക്കാം. അപ്പം എനിക്ക് പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് ജെന്യൂൻ ആയിട്ട് കാണിച്ചു തരുന്ന പ്രൊഡക്ട്സാണ്. ഞാനൊക്കെ അധിക പ്രൊഡക്ട്സും ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പം എനിക്ക് അധികവും വർക്ക് ആവലുണ്ട്. ഞാൻ ട്രൈ ആക്കി നോക്കിയിട്ടൊക്കെയാണ് നിങ്ങൾക്ക് പല പ്രൊഡക്ട്സും പരിചയപ്പെടുത്തി തരാറ്. പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യും. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ആണെങ്കിൽ തന്നെ ഡെർമക്കോടെ സാരി സിനിമയുടെ ഫേസ് വാഷ് ആണിത്. ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇത് ഡേംഡോഗിൻ്റെ നയസിരമായിട്ട് സെറം. അങ്ങനെ ഒരു മാമത്തിൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ നിങ്ങൾ എൻ്റെ അധികം മിക്ക വീഡിയോസിൽ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഞാൻ അധികം പ്രൊഡക്ട്സ് യൂസ് ചെയ്യാറില്ലാണ്. സോ ഞാൻ പോയിട്ട് കുളിച്ച് ഫ്രഷായിട്ട് വരാം. ഗൈസ്, ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഭക്ഷണം എന്തെങ്കിലും കഴിക്കണം, വിശക്കുന്നുണ്ട്. മെസ്സേജോ മെസ്സേജ്. ദേ ആരാ വരുന്നത് നോക്കൂ. അർജു താടിയൊക്കെ ഷേവ് ചെയ്തിട്ട് അവൻ എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. വാ വാ, എന്തിനാ ചിരിച്ചു കൊടുക്കുന്നു? ഗൈസ്, എല്ലാം പേർപ്പിളാണ്. ഞാൻ ഫുൾ പേർപ്പിളും. ഇത് സെൻ ബേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോം ബേക്കറാണ്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, അവരെനിക്ക് കൊണ്ടുതന്ന നമ്മൾ ദുബായിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫിക്സ് ചോക്ലേറ്റ് ഇല്ലേ, ഫിക്സാന്ന് തോന്നുന്നു, ഫിക്സോ ആ ചോക്ലേറ്റിൻ്റെ ഒരു വേർഷനാണിത്. അപ്പോൾ ഇവരുടെ അടുത്ത് നിന്ന് ഞാൻ എപ്പോഴും ബ്രൗണീസൊക്കെ വാങ്ങിക്കാറുണ്ട് അധികം നാട്ടിൽ വരുമ്പോൾ. അപ്പം നിങ്ങളൊക്കെ ആ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം ഞാനിത് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം, ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട്. ഹായ് ഗായ്സ്, ഞാൻ നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് ഞങ്ങൾ നിയർ ബൈ ഒരു കോട്ടയിൽ അമ്പലത്തിൽ പോയിട്ട് ചെറുതായിട്ട് റീൽസ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ ആനക്കുളം വന്നിട്ട് ഇളനീർ ജ്യൂസ് കുടിച്ചിട്ട് അതിൻ്റെ ഒക്കെ ഞാൻ വേറെ ഷോർട്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ലോങ് വീഡിയോ അങ്ങ് എടുക്കാൻ വിട്ടുപോയി. ഇപ്പം നമ്മൾ മനീഷ് വിഷ്ണുവിൻ്റെയും സെൻസറിയുടെയും വീട്ടിൽ പോവാണ്. അവരെൻ്റെ ഫ്രണ്ട്സാണ്. നിങ്ങൾക്ക് ഓൾറെഡി അവരെ അറിയായിരിക്കും, യൂട്യൂബേഴ്സ് തന്നെയാണ്. അപ്പം അവിടെ പോവാണ്. അവരെ ഹൗസ് വാമിങ് ഈ അടുത്തായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനു മുന്നേ അവർ UAE വന്നപ്പോൾ ഞങ്ങൾ മീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടത്തേക്ക് പോവാണ്. ലൊക്കേഷൻ നോക്കട്ടെ. ഇങ്ങനെ തന്നെ നോക്കും. നമ്മൾ ബബ്ലൂസിന് വേണ്ടിയിട്ട് ചോക്ലേറ്റും പിന്നെ ആനക്കുളം ഇങ്ങനെ അവിടെ നിന്ന് ജ്യൂസ് കുടിക്കുന്നവരാന്ന് എനിക്ക് മനീഷിന് ഓർമ്മ വന്നു. അങ്ങനെ അവനെ വിളിച്ചു ചോദിച്ചപ്പോൾ വീട്ടിൽ ആളുണ്ടെന്നാണ്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ അവിടുത്തെ ഫേമസ് ഇളനീർ ഷേക്കും പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സും വാങ്ങിച്ചിട്ട് ഇതാ അവിടത്തേക്ക് പോവുകയാണ്. 7 മിനിറ്റിൽ നമ്മൾ അവിടെ എത്തും. ഞാൻ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. ഹോം ടൂറൊക്കെ അവർ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല. അർജു കണ്ടിട്ടുണ്ട്.
ആക്ച്വലി എൻ്റെ അടുത്ത് അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ അവിടെ പോകുന്നേരം എന്നെയും കൂടണം. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചൊരു പ്ലാൻ ആയതുകൊണ്ട് അമ്മയില്ല. അപ്പൊ നമുക്ക് പോവാം. അപ്പൊ നമ്മളിതാ വീട്ടിലേക്ക് എത്താൻ പോവാ. ഗൈസ്, ഞാൻ തിരിച്ച് വീട്ടിലെത്തി. എനിക്ക് പിന്നെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ വരിക. എനിക്ക് എവിടെയെങ്കിലും പോയാൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എനിക്ക് എന്തോ ഒരു ഇതാണ്. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിലെത്തി. പിന്നെ ഉച്ചയ്ക്ക് ചോക്ലേറ്റ് കൊണ്ട് തന്നില്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ ട്രൈ ആക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ്. ദുബായ് ചോക്ലേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നാട്ടിൽ നിങ്ങൾക്ക് ട്രൈ ആക്കണം എന്നുണ്ടെങ്കിൽ സെൻ ബേക്ക് എന്നുള്ള ഇൻസ്റ്റഗ്രാം പേജ് കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ മതി. അതുമാത്രമല്ല അവരെ ബ്രൗണീസും അടിപൊളിയാണ്. മേ ബി അത് ഓൾ ഓവർ കേരള അവർ ഡെലിവറി ചെയ്യായിരിക്കും ബ്രൗണീസ്. പിന്നെ കേക്ക്സും അങ്ങനത്തെ എല്ലാ സാധനങ്ങളും അവരുടെ പേജിൽ അവൈലബിൾ ആണ്. ഞാൻ പേജിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കൂ. ഇപ്പം ഞാൻ ഗൈസ് മഴയത്തൊരു റൈഡൊക്കെ പോയിട്ട് വന്ന റൈഡ് മനഃപൂർവ്വം പോയതല്ല, പോയപ്പോൾ മഴ പെയ്തു പോയതാണ്. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ മഴയത്ത് ഇങ്ങനെ ഞങ്ങളങ്ങനെ പോയിട്ടില്ല കേട്ടോ. പക്ഷെ അടിപൊളിയായിരുന്നു. പിന്നെ ഒരു ഷവർമയൊക്കെ വാങ്ങിച്ച് വന്ന് ഞാനത് കഴിച്ച്. അപ്പോൾ നമുക്ക് അടുത്തൊരു ദിവസം കാണാം. ഹായ് ഗൈസ്, മറ്റൊരു ദിവസം ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നെന്താ പരിപാടി എന്ന് വെച്ചാൽ കാലിക്കറ്റ് പോവുകയാണ് ഞങ്ങൾ. അപ്പോൾ ഇന്നലെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഞാൻ ഷോർട്സാണ് എടുത്തത്. കൂടുതൽ ലോങ് വീഡിയോയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ അർജുൻ്റെ അമ്മേൻ്റെ കൂടെയാണ് കാലിക്കറ്റ് പോകുന്നത്. അമ്മയ്ക്ക് ഡോക്ടർ കൺസൾട്ടേഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. സോ നമുക്ക് പോവാം. അർജു വന്നിട്ടുണ്ട് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ കാലിക്കറ്റ് എത്തിക്ക്. ഇത് വെസ്റ്റ് ഹില്ലല്ലേ? വെസ്റ്റ് ഹില്ലെത്തി. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എപ്പോഴും ഭക്ഷണം കഴിക്കുന്ന ഷോപ്പായിരുന്നു. അപ്പോൾ ഞങ്ങൾ അമ്മേനെ ഇവിടെയുള്ള എന്ത് ഹോസ്പിറ്റലാണ്? മിലിറ്ററി ഹോസ്പിറ്റലിൽ അമ്മയ്ക്ക് അവിടുന്ന് കുറച്ച് മെഡിസിൻസ് വാങ്ങിക്കാനുണ്ട്. അപ്പം അമ്മ അവിടെ ഇറങ്ങിയതാണ്. അപ്പം എനിക്ക് ഭയങ്കര ക്ഷീണം. അർജു എനിക്ക് പോയിട്ട് ഒരു ജ്യൂസ് വാങ്ങി വന്നതാണ്. എനിക്കിതോ ചിക്കു ഷേക്ക് വാങ്ങിയതാണ്. അർജു ഇവിടുത്തെ വെസ്റ്റ് ഹില്ല പോളി എന്നോ അവിടെയാണ് പഠിച്ചത്. അപ്പൊ അവന്റെ മെമ്മറീസ് ഒക്കെ പറയായിരുന്നു. വാട്ടായിട്ടിനിടെ എടുക്കണം. ഞങ്ങളിതാ തിരിച്ച് അർജു പഠിച്ച കോളേജ് അറിയാന്ന്. ഞങ്ങളിതാ തിരിച്ച് അമ്മേന്റെ അടുത്തേക്ക് പോവാണ്. ഇവിടെയാണ് അർജു പഠിച്ചത്. ഓർമ്മ പുതുക്കാനൊന്നും കോളേജിലേക്ക് വേണ്ടേ ഇല്ലേ വേണ്ടേ. ഇതാ ഇവിടെയാണ് അമ്മയുള്ളത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. മെംസില. അപ്പം ഇവിടുന്ന് മെഡിസിൻസ് ഒക്കെ വാങ്ങിക്കാനാണ്. അർജുൻ്റെ അച്ചാച്ചൻ മിലിറ്ററിയിലായതുകൊണ്ടാണ് നമുക്ക് ഇവിടെയൊക്കെ വരാൻ പറ്റുന്നത്. അതുപോലെ ഇവർക്ക് മെഡിസിൻസും അങ്ങനെ എല്ലാ ഇതും ഫ്രീ ആണല്ലേ. ഞങ്ങൾ കാലിക്കറ്റുള്ള വീട്ടിൽ വന്നതാണ്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ച് ഭക്ഷണം കഴിച്ച് ഞാനൊരു ഫ്രാപ്പിച്ചിന് ഓർഡർ ആക്കിയിരുന്നു. അർജു ഇതാ അവിടെ നിന്ന് തേങ്ങ എടുത്തുകൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഹായ് ഗായ്സ്, ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ 2-3 ദിവസത്തിന് മേലെയോ അങ്ങനെ എന്തൊക്കെയായി ഞാൻ വ്ളോഗ് ചെയ്തിട്ട് ഞാൻ റാൻഡമായിട്ട് ഞാൻ എടുത്തു പോകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണുന്നത് വരെ ടാറ്റാ ബൈ.